ഇതുമായി ചേർത്ത് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ജി സുധാകരൻ ഉൾപാർട്ടി പോരിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വരാൻ തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശേഷിപ്പിച്ചത് തന്റെ പോരാട്ടം രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെ ആണ് എന്നാണ് ജി സുധാകരൻ സ്വയം വിശേഷിപ്പിച്ചത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ്, മാതൃകാ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട ജി സുധാകരനോട് ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്, അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ CPIM-നകത്ത് സർവപ്രതാപിയായി വാഴുന്ന കാലത്താണ് ചേർത്തലയിലെ പി കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കപ്പെട്ടത്. അന്ന് ചേർത്തലയിലെ ഈ കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച് കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർക്കുകയും അദ്ദേഹത്തിന്റെ വീടിന് തീയിടുകയും ചെയ്ത സംഭവം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുൻപിലുണ്ട്. അന്ന് ഇപ്പോഴത്തെ ചെങ്ങന്നൂർ MLA, സ്ഥലം MLA-യും മന്ത്രിയും കൂടിയായ ശ്രീ സജി ചെറിയാനായിരുന്നു അന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല നോക്കിയിരുന്നത്. അന്ന് അവിടെ പാർട്ടിയിലെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പാർട്ടി കമ്മിറ്റി പിരിച്ചുവിടുകയും അഡ്ഹോക് കമ്മിറ്റി നിലവിലുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ചെങ്ങന്നൂർ MLA ആയ സജി ചെറിയാനാണ്. അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീമാൻ VS അച്യുതാനന്ദൻ തന്നെ ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്നും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് VS അടക്കമുള്ളവർ ആരോപിച്ചത്. തന്റെ പോരാട്ടം രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെയാണ് എങ്കിൽ എന്തായിരുന്നു കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിന്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് പുറത്തു പറയാൻ ജി സുധാകരൻ തയ്യാറാകണം. അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് രാഷ്ട്രീയമായ ഒരു പ്രസക്തിയുമില്ല എന്ന് ഖേദത്തോടെ പറയേണ്ടി വരും. കാരണം ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ചത് ശ്രീമാൻ VS അച്യുതാനന്ദനാണ്, തലമുതിർന്ന നേതാവായ VS അച്യുതാനന്ദനാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിന്റെ പിന്നിൽ പങ്കുണ്ട്, കേസ് അട്ടിമറിച്ചതിൽ എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു അടക്കമുള്ളവരെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ സജി ചെറിയാനെ ചോദ്യം ചെയ്യാൻ അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് സാധിച്ചിട്ടില്ല. എന്താണ് അതിന്റെ പിന്നിൽ ഉണ്ടായത്? കാരണം ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാള് ബഹുമാനപ്പെട്ട ശ്രീ ജി സുധാകരനാണ്. ജി സുധാകരൻ അറിയാതെ അന്ന് ആലപ്പുഴ ജില്ലയിലെ CPIM-നകത്ത് ഇല പോലും അനങ്ങില്ല എന്നതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയമായ സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇപ്പോഴെങ്കിലും പാർട്ടിക്ക് ജി സുധാകരനെ വേണ്ട എന്ന് പാർട്ടി പരസ്യമായി നിലപാടെടുക്കുകയും അദ്ദേഹം വർഗവഞ്ചകനാണ് എന്ന രീതിയിൽ പരസ്യമായി കുലംകുത്തിയായി അവർ പ്രഖ്യാപിച്ചു പുറത്താക്കിയ ജി സുധാകരൻ, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു വന്നപ്പോൾ അന്ന് എന്താണ് ചേർത്തലയിൽ സംഭവിച്ചത്? തന്റെ പോരാട്ടം രാഷ്ട്രീയ ക്രിമിനലുകൾക്കെതിരെയാണ്, അതും സ്വന്തം പാർട്ടിയിലെ. അങ്ങനെയെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് എന്നാണ് SIT കണ്ടെത്തിയത്, ഹൈക്കോടതി കണ്ടെത്തിയത് അതുതന്നെയാണ്, അന്വേഷണ സംഘവും കണ്ടെത്തിയത്. CPM-നകത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ആ സ്മാരകം തകർക്കാൻ കൂട്ടുനിന്ന പൊളിറ്റിക്കൽ ക്രിമിനൽ ആരാണ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ജനാധിപത്യ പോരാട്ടത്തിന്, ഉൾപാർട്ടി പോരാട്ടത്തിന്, കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്, അദ്ദേഹത്തിന്റെ ആദർശ ധീരതയ്ക്ക് അതിന് ഒരു അംഗീകാരമാവുകയുള്ളൂ. അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പോരാട്ടത്തെയും സംശയത്തോടുകൂടി കാണേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, കൃഷ്ണപിള്ള സ്മാരകം തകർത്ത പൊളിറ്റിക്കൽ ക്രിമിനൽ ആരാണ്, അതിന് പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത പൊളിറ്റിക്കൽ ക്രിമിനൽ ആരാണ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹം വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാർ തയ്യാറാകാതിരുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുൻപോട്ടേക്ക് കൊണ്ടുപോകാതിരുന്നതിന്റെ പിന്നിൽ ആരാണ്? അന്വേഷണം കൂടുതൽ നടത്തിയാൽ പാർട്ടിയിലെ പല ദിവ്യന്മാരും കുടുങ്ങുമെന്ന ഭയം കൊണ്ടാണോ ഈ കേസ് കൂടുതൽ അന്വേഷണം നടത്താതിരുന്നത്? രമേശ് ചെന്നിത്തലയും സജി ചെറിയാനും തമ്മിലുള്ള ഗൂഢമായ ബന്ധമാണോ ഇതിന്റെ പിന്നിലുള്ളത്? കാരണം രമേശ് ചെന്നിത്തല അന്ന് ആഭ്യന്തരമന്ത്രിയാണ്. രമേശ് ചെന്നിത്തല എന്നുള്ളത് ശ്രീമാൻ സജി ചെറിയാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് നേതാവാണ്. അന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത് BJP അല്ല, സഖാവ് VS അച്യുതാനന്ദനാണ്. VS പറഞ്ഞത്
രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതോടുകൂടി ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ്. ആ കേസിലെ ഒന്നാം പ്രതി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ലതീഷ് ബി ചന്ദ്രനാണ്. അപ്പോൾ ലതീഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നീട് കോടതി വിട്ടയച്ചപ്പോൾ എന്തുകൊണ്ടാണ് CPIM അപ്പീൽ പോകാതിരുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട ശ്രീ G സുധാകരനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു അന്നത്തെ CPIMന്റെ എല്ലാ നീക്കങ്ങളും. CB ചന്ദ്രബാബു ജില്ലാ സെക്രട്ടറി ആയിരുന്നു എങ്കിലും ജില്ലയിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായ നേതാവ് എന്ന നിലയിൽ ശ്രീമാൻ G സുധാകരൻ അറിയാതെ ആലപ്പുഴ ജില്ലയിലെ CPMൽ ഇല പോലും അനങ്ങില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ കൃഷ്ണപിള്ള സ്മാരകം തകർക്കാൻ കൂട്ടുനിന്നവരെ പറ്റി ഈ വൈകിയ വേളയിലെങ്കിലും വെളിപ്പെടുത്താൻ ശ്രീമാൻ G സുധാകരൻ തയ്യാറാകണമെന്നാണ് भारतीय जनता पार्टी के अभ्यर्थी। एक तरफ UDF है जिसका नेतृत्व वो कांग्रेस कर रही है, जो अब MMC यानी मुस्लिम लीगी माओवादी कांग्रेस बन चुकी है। कांग्रेस केरलम में चुनाव जीतने के लिए जमात और इसके जैसे अन्य संगठनों पे उसके भरोसे वो कुछ करना चाहती है। ऐसी पार्टियां जो अपने कट्टरपंथी एजेंडे से केरलम की शांति को भंग करना चाहते हैं, कांग्रेस MMC कांग्रेस उनको सपोर्ट करती है। दूसरी तरफ LDF का तो PDP जैसा कट्टरपंथी पार्टी के साथ पुराना नाता है। ये वही PDP है जिसके नेता यहाँ यूथ में एक्सट्रीमिज्म फैलाने में आगे रहते हैं। इसलिए आपको UDF और LDF दोनों से सावधान रहना है। कड़लिंडी नकलक नमस्कारम। अभी आप अपने भाषण में कह रहे थे कि प्रधानमंत्री ब्लेसिंग देने के लिए आए हैं। मेरे लिए तो जनता जनार्दन ही भगवान है, मैं ब्लेसिंग लेने के लिए आया हूं। केरलम के इतिहास में सामाजिक परिवर्तनम की पवित्र भूमि रही। पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी। मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा। उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है। उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है। केरलम में आई विनाशकारी बाढ़ के समय भी पूरे देश ने आपकी सेवा भावनाओं को बहुत करीबी से देखा है। आज पूरा देश फिशरमैन समुदाय के साहस, सेवा और समर्पण को सम्मान के साथ याद करता है।